ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 8ാം ക്ലാസ്സിലെ ഹിന്ദി ടെക്സ്റ്റ് ബുക്കിൽ ഫസ്റ്റ് യൂണിറ്റിൽ വരുന്ന ഒരു കവിതയാണ്. കവിതയുടെ പേരാണ് പേട്. ഇത് എഴുതിയിരിക്കുന്നത് സുശീൽ ശുക്ലാണ്. കവിതയുടെ പേരെന്താണ്? പേട്. കവിയുടെ പേരെന്താണ്? സുശീൽ ശുക്ൽ. ആദ്യം നമുക്ക് കവിയെ ഒന്ന് പരിചയപ്പെടാം. സുശീൽ ശുക്ൽ. सुशील शुक्ल का जन्म 25 मार्च 1974 में मध्य प्रदेश के होशंगाबाद में हुआ. സുശീൽ ശുക്ൽ 1974 മാർച്ച് 25 മധ്യപ്രദേശിലെ ഹോഷംഗാബാദിലാണ് ജനിച്ചത്. आप बाल साहित्य के क्षेत्र में लगभग 2.5 दशकों से काम कर रहे हैं. അദ്ദേഹം ബാലസാഹിത്യ മേഖലയിൽ ഏകദേശം 2.5 ദശകം, 2.5 എന്ന് പറഞ്ഞത് 2.5 ദശാബ്ദങ്ങളായിട്ട് ജോലി ചെയ്തു വരികയാണ്. ആപ് പ്ലൂട്ടോ ഓർ സൈക്കിൾ ബാൽ പത്രികാവും കെ സമ്പാദക ഭി ഹെ. പ്ലൂട്ടോ, സൈക്കിൾ എന്ന 2 ബാലപത്രികയുടെ സമ്പാദക കൂടിയായിരുന്നു അദ്ദേഹം. സമ്പാദക്, എഡിറ്ററായിരുന്നു അദ്ദേഹം. आप ചക്മക് ബാൽ പത്രിക കെ സമ്പാദക് രഹേ തെ. ചക്മക് എന്ന ബാലപത്രികയുടെ എഡിറ്ററായിട്ടും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. യെ സാരെ, ഉജാല, സൂരജ് കാ, ടിഫിൻ ദോസ്ത്, ഫേരിവാലെ സഹിത് ആപ്കി 12 ബാൽ പുസ്തകോं का പ്രകാശൻ ഏകലവ്യ പ്രകാശൻ ने किया. ഈ പറഞ്ഞതെല്ലാം അദ്ദേഹത്തിൻ്റെ ബാലപുസ്തകങ്ങളാണ്. ഇതുൾപ്പെടെ അദ്ദേഹത്തിൻ്റെ 12 ബാലപുസ്തകങ്ങളുടെ പ്രകാശനം ചെയ്തിരിക്കുന്നത് ഏകലവ്യ പ്രകാശനാണ്. 2024 के हरिकृष्ण देवसरे बालसाहित्य पुरस्कार से वे सम्मानित है. 2024 ഹരികൃഷ്ണ ദേവസരെ ബാലസാഹിത്യ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് സുശീൽ ശുക്ലിനെ പറ്റി പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് കവിത പഠിക്കാം. കവിതയുടെ പേരെന്താണ്? പേട്. കവിത കാ നാം ക്യാ ഹെ? പേട്. കവി കാ നാം ക്യാ ഹെ? സുശീൽ ശുക്ൽ. പേടെന്ന് പറയുന്നത് എന്തിനെയാണ്? മരം. മരത്തിനെയാണ് പേടെന്ന് പറയുന്നത്. പേട് തും പേട് നഹി തും ദർജി. മരമേ, നീ ഒരു മരമല്ല, നീ ഒരു ദർജി, തയ്യൽക്കാരനാണ്, ഒരു ടൈലറാണ്. കവി മരത്തിനോട് പറയുകയാണ്, എന്താണ്? മരമേ, നീ ഒരു മരമല്ല, നീ ഒരു തയ്യൽക്കാരനാണ്. തുമ്നെ കിത്തനെ സിലേ ഗോൺസലേ. തുമ്നെ, നീ, കിത്തനെ, എത്ര, സിലേ എന്ന് പറയുന്നത് തുന്നുക അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കുക, ഗോൺസലെ, കിളിക്കൂട്. തുമ്നെ കിത്തനെ സിലേ ഗോൺസലേ, നീ എത്രയെത്ര കൂടുകൾ തുന്നിച്ചേർത്തിട്ടുണ്ട്. കിത്തനി സിലി ഹവായെ. ഇവിടെ സിലി, സിലെ എന്നെല്ലാം പറയുന്നത് എന്താണ്? തുന്നുക എന്ന അർത്ഥത്തിലാണ് പറയുന്നത്. ഹവായെ എന്ന് പറയുന്നത് എന്താണ്? കാറ്റ്. കിത്തനി സിലി ഹവായെ, നീ എത്രയെത്ര കാറ്റുകളെ തുന്നിച്ചേർത്തിട്ടുണ്ട്. ധൂപ്പ് സിലി തോ ബിഖർ ഗയി. ധൂപ്പ്, വെയിൽ, ബിഖർ, ചിതറുക. ധൂപ്പ് സിലി തോ ബിഖർ ഗയി, വെയിലിനെ തുന്നിയപ്പോൾ ചിതറിപ്പോയി. കതരൻ കതരൻ ഛായായേം. കതരൻ, കഷ്ണങ്ങൾ, ഛായായേം, നിഴൽ. കതരൻ കതരൻ ഛായായേം, നിഴലുകൾ കഷ്ണങ്ങളായി. അതായത് വെയിലിനെ തുന്നിയപ്പോൾ നിഴല് കഷ്ണങ്ങളായി ചിതറിപ്പോയി. ധൂപ്പ് സിലി തോ ബിഖർ ഗയി, കതരൻ കതരൻ ഛായായേം. ഇത്രയും വരികളുടെ അർത്ഥം ഒന്നും കൂടി പറയാം. ആദ്യം കവി മരത്തിനോട് പറയാണ്, പേട് തും പേട് നഹി തും ദർജി. മരമേ, നീയൊരു മരമല്ല, നീ ഒരു തയ്യൽക്കാരനാണ്. തുമ്നെ കിത്തനെ സിലേ ഗോൺസലേ, നീ എത്രയെത്ര കൂടുകൾ തുന്നിച്ചേർത്തിരിക്കുന്നു. കിത്തനി സിലി ഹവായേ, നീ എത്രയെത്ര കാറ്റുകളെ തുന്നിയിരിക്കുന്നു. ധൂപ്പ് സിലി തോ ബിഖർ ഗയി, കതരൻ കതരൻ ഛായായേം,
വെയിലിനെ തുന്നിയപ്പോൾ ചിതറിപ്പോയി. എന്താണ്? നിഴലുകൾ കഷ്ണങ്ങളായി ചിതറിപ്പോയി. കവി വീണ്ടും പറയാണ്, പേട് തും പേട് നെഹി തും ദർജി. മരമേ, നീ ഒരു മരമല്ല, നീ ഒരു തയ്യൽക്കാരനാണ്. മിട്ടി സിൽക്കർ രംഗ് ബനായേ. മിട്ടി മണ്ണ്, രംഗ് നിറം, ബനായേ എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുക. മണ്ണ് തുന്നിച്ചേർത്ത് നിറങ്ങൾ ഉണ്ടാക്കി. പാനി സിൽ ആകാശ്. പാനി വെള്ളം, ആകാശ് ആകാശം, വെള്ളം തുന്നി ആകാശമുണ്ടാക്കി. മിട്ടി രംഗ് ഹവ പാനി കോ ജോഡാ ദിയ തരാശ്. ജോഡ ചേർക്കുക, തരാശ് രൂപപ്പെടുത്തുക. മണ്ണ്, നിറം, കാറ്റ്, വെള്ളം ഇവയെല്ലാം ചേർത്ത് രൂപപ്പെടുത്തിയെടുത്തു. അതായത് മണ്ണ് തുന്നി നിറങ്ങൾ ഉണ്ടാക്കി, വെള്ളം തുന്നി ആകാശമുണ്ടാക്കി, മണ്ണ്, നിറങ്ങൾ, കാറ്റ്, വെള്ളം ഇവയെല്ലാം ചേർത്ത് വേറൊരു രൂപപ്പെടുത്തി എടുത്തിരിക്കുന്നു. പേട് തും പേട് നെഹി തും ദർജി. വീണ്ടും കവി പറയാണ്, മരമേ, നീ ഒരു മരമല്ല, നീ ഒരു തയ്യൽക്കാരനാണ്. തുമ്നെ കിത്തനെ സിലേ കിനാരെ. കിനാരെ തീരങ്ങൾ അല്ലെങ്കിൽ അരികുകൾ. നീ എത്ര അരികുകൾ തുന്നിച്ചേർത്തു. കിത്തിനി സിലി സെമീനെ. സെമീൻ ഭൂമി. നീ എത്രയോ ഭൂമി തുന്നിയിരിക്കുന്നു. രംഗ് മഹക് കി ഹുയി സിലായി. രംഗ് നിറങ്ങൾ, മഹക് സുഗന്ധം. നിറങ്ങളുടെയും സുഗന്ധത്തിൻ്റെയും എല്ലാം തുന്നലുകൾ നീ ചെയ്തിരിക്കുന്നു. ഫൂല് സിലേ പശ്മീനെ. ഫൂല് പൂവ്, പശ്മീന മൃദുവായ. പൂക്കളെയും മൃദുവായി തുന്നിയെടുത്തിരിക്കുന്നു. അതായത് നീ എത്രയോ തീരങ്ങളെ തുന്നിയെടുത്തിരിക്കുന്നു, എത്രയോ ഭൂമിയെ തുന്നിയിരിക്കുന്നു, അതുപോലെ നിറങ്ങളെയും സുഗന്ധങ്ങളെയും തുന്നിയെടുത്തിരിക്കുന്നു, പൂക്കളെയും മൃദുവായി തുന്നിയെടുത്തിരിക്കുന്നു. പേട് തും പേട് നെഹി തും ദർജി. മരമേ, നീയൊരു മരമല്ല, നീയൊരു തയ്യൽക്കാരനാണ്. ആം മേം ആം കെ സ്വാദ് സിലേഹെ. ആം മാങ്ങ, സ്വാദ് തന്നെയാണ്. മാങ്ങയിൽ മാങ്ങയുടേതായിട്ടുള്ള സ്വാദ് തുന്നിച്ചേർത്തു. ജാമൂൻ മേം ജാമൂൻ കെ. ജാമൂൻ ഞാവൽപ്പഴം. ഞാവൽപ്പഴത്തിൽ ഞാവൽപ്പഴത്തിൻ്റേതായിട്ടുള്ള ടേസ്റ്റ് തുന്നിച്ചേർത്തിരിക്കുന്നു. ബാഗ് മേം ബാഗ് കെ സ്വാദ് സിലേഹെ. ബാഗ് പൂന്തോട്ടം. പൂന്തോട്ടത്തിലും പൂന്തോട്ടത്തിൻ്റേതായ ടേസ്റ്റ് തുന്നിച്ചേർത്തിരിക്കുന്നു. വൻ കെ പേടുമേം വൻ കെ. വൻ വനം, വനങ്ങളും മരങ്ങളാൽ തുന്നിച്ചേർത്തിരിക്കുന്നു. അതായത് മാങ്ങയിലും ഞാവൽപ്പഴത്തിലും എല്ലാം അതിൻ്റേതായ ടേസ്റ്റ് തുന്നിച്ചേർത്തിട്ടുണ്ട്. അതുപോലെ പൂന്തോട്ടത്തിനും വനത്തിനും അതിൻ്റേതായിട്ടുള്ള രൂപവും തുന്നിച്ചേർത്തിരിക്കുന്നു. പേട് തും പേട് നെഹി തും ദർജി. മരമേ, നീ മരമല്ല, നീയൊരു തയ്യൽക്കാരനാണ്. ഇതാണ് കവിതയുടെ അർത്ഥം. ഇവിടെ കവി പേടിനെ ഒരു തയ്യൽക്കാരനായിട്ടാണ് ഉപമിച്ചിരിക്കുന്നത്. കവിത എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക്